മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തി എന്ന ഖ്യാതി നേടിയ ആളാണ് അക്ബർ ചക്രവർത്തി. 1542 ഒക്ടോബർ 15 അമർകോട്ടിൽ ഹുമയൂണിൻ്റെയും ഹമീദ ബാനു ബീഗത്തിൻ്റെയും മകനായി ജനിച്ചു. ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നാണ് യഥാർത്ഥ നാമം. പോറ്റമ്മ മഹമംഗ. 1560-62 കാലഘട്ടത്തിൽ അക്ബർ പൂർണ്ണമായും അധികാരം ഏറ്റെടുക്കുന്ന കാലം വരെ ഒരു റീജൻ്റായി പ്രവർത്തിച്ചവരാണ് മഹമംഗ. അവർ പണി കഴിപ്പിച്ചതാണ് വൈഡൽ മൻസിൽ. മഹമംഗയുടെ പുത്രനാണ് ആദം ഖാൻ. അക്ബറുടെയും മുഗൾ സാമ്രാജ്യത്തിൻ്റെയും സംരക്ഷകനായി വർത്തിച്ചിരുന്നയാളാണ് സൈന്യാധിപനായിരുന്ന ബൈരം ഖാൻ. 1556 ഹെമു എന്നറിയപ്പെട്ട ഹേമചന്ദ്ര വിക്രമാദിത്യൻ ഡൽഹി കീഴടക്കിയിരുന്നു. പിന്നീട് രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബൈരം ഖാൻ ഹെമുവിനെ പരാജയപ്പെടുത്തി രാജ്യം വീണ്ടെടുത്തു. അക്കാലഘട്ടത്തിൽ അക്ബർ ചെറിയ കുട്ടിയായിരുന്നു. 1556 കലനൌരിൽ വെച്ച് കിരീടധാരണം നടത്തുമ്പോൾ അക്ബറിന് വെറും 13 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രായപൂർത്തിയായതോടെ അക്ബർ രക്ഷാധികാരി സ്ഥാനത്തു നിന്നും ബൈരം ഖാനെ നീക്കി 1560 അധികാരം ഏറ്റെടുത്തു. പിന്നീട് ഉദ്യോഗത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ബൈരം ഖാൻ 1561 തന്റെ മക്ക യാത്ര മധ്യേ മുൻവൈരാഗ്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയാൽ കൊല്ലപ്പെട്ടു. ഇതോടെ വിധവയും അനാഥയുമായി പോയ അദ്ദേഹത്തിന്റെ ഭാര്യ സാലിമ സുൽത്താന ബീഗത്തെ അക്ബർ വിവാഹം കഴിച്ചു. പുത്രൻ അബ്ദുൾ റഹീം ഈ ഖാനെ സ്വന്തം പുത്രനെ പോലെ വളർത്തുകയും ചെയ്തു. പിൽക്കാലത്ത് അക്ബറുടെ സദസ്സ് അലങ്കരിച്ചിരുന്ന നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. 1562 മറിയം ഉസ് സമാനി അഥവാ ജോധാബായിയെ അക്ബർ വിവാഹം കഴിച്ചു. അന്നത്തെ പൊളിറ്റിക്കൽ അലയൻസ് സുശക്തമാക്കുന്നതിൽ രാജാക്കന്മാർ സ്വീകരിച്ചിരുന്ന ഒരു മാർഗമായിരുന്നു വിവാഹബന്ധങ്ങൾ. അത്തരത്തിൽ വിവാഹമായിരുന്നു അക്ബറുടെയും ജോധാബായിയുടെയും. ഈ ജോധാബായിയുടെയും അക്ബറുടെയും പുത്രനായിരുന്നു പിന്നീട് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ. തന്റെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടിയതിനു ശേഷം ശക്തമായൊരു ഭരണ സംവിധാനം നടപ്പിലാക്കുകയാണ് അക്ബർ ചെയ്തത്. ശക്തനും ക്രൂരനുമായ ആദം ഖാനാണ് അക്ബർക്ക് വേണ്ടി നിരവധി പടകൾ നയിച്ചത്. മാൾവ രാജാവ് ബാസ് ബഹദൂർ ഖാനെ പരാജയപ്പെടുത്തിയത് ആദം ഖാനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ രൂപവതി ആദം ഖാന്റെ അന്തപുരത്തിലേക്ക് വലിച്ചയക്കപ്പെടുന്നത് തടയാനായി ആത്മാഹുതി ചെയ്തു. 1564 അക്ബർ ഗോണ്ടാനെ കീഴടക്കി. 1568 അക്ബർ ചിത്തോറിലെ രാജാവ് ഉദയ് സിംഗിനെയും പരാജയപ്പെടുത്തി. 1572 ഗുജറാത്ത് കീഴടക്കിയതും ഉത്തരേന്ത്യയിലും ബീഹാറിലുമെല്ലാം ബംഗാളിലുമെല്ലാം അഫ്ഗാൻ വാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചതും അക്ബറാണ്. ഇക്കാലത്തെല്ലാം മുഗൾ മേധാവിത്വം അംഗീകരിക്കാത്ത ഏക രാജ്യം മേവാറായിരുന്നു. 1562 അക്ബറുടെ പ്രിയങ്കരനായ അഡാഹ ഖാനെ ആദം ഖാൻ വധിച്ചിൽ കുപിതനായി അക്ബർ ആദം ഖാനെ വധിച്ചു. ഇത് മനം തൊന്നാണ് മഹമംഗയെ മരിച്ചത്. മുഗൾ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ, ഭരണ സംവിധാനത്തിന്റെ ശില്പി എന്നെല്ലാം അറിയപ്പെടുന്നത് അക്ബറാണ്. ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ 10 മുതൽ 5000 വരെയുള്ള സൈന്യത്തെ വിന്യസിച്ചുകൊണ്ടുള്ള മാൻസബ്ദാരി സമ്പ്രദായം ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. കൂടാതെ ഭരണസൗകര്യത്തിനായി സാമ്രാജ്യത്തെ 12 സുബകളാക്കി വിഭജിച്ചു. അമുസ്ലിങ്ങളുടെ മേൽ ചുമത്തിയിരുന്ന ജസിയ നികുതിയും തീർത്ഥാടന നികുതിയും അക്ബർ ഒഴിവാക്കി. ആഗ്രയിൽ നിന്ന് 37 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന അക്ബറുടെ ആത്മീയ ഗുരുവായ സലിം ചിസ്തിയുടെ സ്വദേശം അക്ബർ ഫത്തേപൂർ സിക്രി എന്ന പേരിൽ പുതിയ തലസ്ഥാനമാക്കി മാറ്റി. 1569 നഗരത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്.